ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് ഇന്ന് നിങ്ങളെ പരിപാലിക്കും. അവിടുന്ന് നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു. ഏത് ദുരവസ്ഥയിലും അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങളെ വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നത്, തിന്മയെ ദ്വേഷിക്കുക, തിന്മയെ വെറുത്ത് നന്മയെ സ്നേഹിക്കുക, നന്മയെ ഉൾക്കൊള്ളുവാനും നന്മയെ സ്വീകരിക്കാനും ഇന്ന് നമുക്ക് സാധിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കുന്ന ആരും ശത്രുകരങ്ങളിൽ അകപ്പെടാതിരിക്കാൻ അവിടുന്ന് പ്രത്യേകം സൂക്ഷിച്ചുകൊള്ളും. ഏത് ക്ഷാമത്തിലും അവിടുന്ന് നിന്നെ പരിപാലിക്കും. ഒരു കുറവും നിനക്ക് വരാതിരിക്കാൻ കർത്താവ് നിന്റെ കൂടെ നിന്ന് നിന്നെ വഴി നടത്തും. അത്ഭുതങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇപ്പോൾ നീ ആയിരിക്കുന്നത്. കർത്താവ് ഇന്ന് നിന്നിലൊരു വലിയ അത്ഭുതം നടത്താൻ പോകുന്നു. നിന്റെ ജീവിതം അത്ഭുതത്തിൻ്റെ ജീവിതമാക്കാൻ പോകുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നിനക്കാവശ്യമായ സൗഖ്യവും വിടുതലിനും വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിലകൊള്ളുക. തീർച്ചയായും നിങ്ങൾക്ക് ഒന്നും ഭയപ്പെടേണ്ടതായി വരില്ല. നിങ്ങൾ അധൈര്യപ്പെടേണ്ട. കർത്താവ് നിങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 97 10 തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവിടുന്ന് തൻ്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു. ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കവും സംരക്ഷണവും നൽകി ഞങ്ങളെ കാത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഈ പുതിയ പ്രഭാതം കാണാൻ ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ സംരക്ഷിച്ച് പരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സംരക്ഷണത്തിനു വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം തിന്മയെ വെറുക്കുവാനും നന്മയെ ചേർത്ത് നിർത്തുവാനും നന്മയെ സ്നേഹിക്കുവാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവമേ, നിന്നെ സ്നേഹിക്കുന്ന ആർക്കും ഒരു തരത്തിലും അവരുടെ ജീവൻ അപകടത്തിലാകില്ല എന്ന തിരുവചനം ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എത്ര ക്ഷാമം വന്നാലും ഈ മക്കളെ നീ പരിപാലിക്കണമേ. എത്ര അനർത്ഥങ്ങൾ ചുറ്റിനും സംഭവിച്ചാലും, എത്ര ഭീതിജനകമായ അവസ്ഥ ചുറ്റിനും ഉണ്ടായാലും, കർത്താവേ, ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവനെ സംരക്ഷിക്കണമേ. ഇവരുടെ ആവശ്യങ്ങളെ നീ കാണണമേ. ഇവർക്കൊന്നിനും കുറവുണ്ടാകരുത്. എന്തെന്നാൽ ഇവർ ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്നു, നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു, നിന്റെ സ്നേഹത്തിൽ ഇവർ നിലകൊള്ളുന്നു. അതിനാൽ ഈ മക്കളുടെ ജീവനെ സംരക്ഷിക്കണമേ, ജീവിതത്തെ ഉയർത്തണമേ. കർത്താവേ, ഇവരെ സൗഖ്യപ്പെടുത്തണമേ. ശത്രുകരങ്ങളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. നിനക്ക് അസാധ്യമായതൊന്നുമില്ല. ഈ ലോകം മുഴുവനും മാറിമറിഞ്ഞാലും ദൈവമേ, നിന്റെ സ്നേഹത്തിൽ നിലയുറപ്പിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. ദുഷ്ടരുടെ കയ്യിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. ഇവരുടെ ആവശ്യങ്ങളെ ഇവർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അറിയാവുന്ന ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ അനുഗ്രഹത്തിൻ്റെ കരം, സൗഖ്യത്തിൻ്റെ കരം, നിന്റെ രക്ഷയുടെ കരം, നിന്റെ
അഭിവൃദ്ധിയുടെ കരം ഇവരുടെ നേരെ നീട്ടണമേ. ഇവരാഗ്രഹിക്കുന്ന ആവശ്യങ്ങളെ, അഭിലാഷങ്ങളെ ഇന്ന് നീ കൈക്കൊണ്ട് ഇവരെ നീ ഉയർത്തണമേ, ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ അലട്ടുന്ന എല്ലാ ആകുലതകളിലും എല്ലാ സംശയങ്ങളിൽ നിന്നും ഇവരെ ഇന്ന് രക്ഷിക്കണമേ. കർത്താവേ, നിന്നിൽ ആശ്വാസം കണ്ടെത്തുന്നതിനും ഇന്നത്തെ ദിവസം ഇവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം നിന്റെ ഇടപെടലുണ്ടാകുന്നതിനും എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ സഹായം കൃത്യസമയത്ത് ലഭിക്കുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ തോന്നി ഇവർക്കൊന്നിനും കുറവുണ്ടാകരുത്, അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കൈക്കൊണ്ട് ഇവരുടെ മേൽ നിന്റെ കൃപ ചൊരിയണമേ. ശക്തിയും ഓജസ്സും നൽകി ഇന്നിവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി കൂടുതൽ ഉന്മേഷത്തോടെ, കൂടുതൽ ജിജ്ഞാസയോടെ അറിവ് നേടാനും കൂടുതൽ ജോലി ചെയ്യാനും അങ്ങനെ കുടുംബത്തെ, സ്വന്തം ജീവനെ നിലനിർത്തുന്നതിനും ദൈവമേ നീ ഇവരോടൊപ്പം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രവർത്തന മേഖലയെ നീ ആശീർവദിക്കണമേ. കർത്താവേ, ഇവർക്ക് ഉയർച്ച നൽകി, സൗഖ്യം നൽകി, സമാധാനവും സന്തോഷവും നൽകി ഇന്ന് നീ അവരെ അനുഗ്രഹിക്കണമേ. ഏത് ജീവിത സാഹചര്യങ്ങളെയും ധൈര്യത്തോടെ അതിജീവിക്കാനുള്ള ശക്തി ഈ മക്കൾക്ക് ഓരോരുത്തർക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും നൽകി ഇന്നവരെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. എല്ലാ മേഖലകളും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ദുഷ്ടൻ കടന്നു ചെല്ലാതിരിക്കാൻ നിന്റെ സ്വർഗീയ സൈന്യങ്ങളെ ഇവർക്ക് ചുറ്റും നിർത്തണമേ. എല്ലാ വശത്തു നിന്നും ഇവർക്ക് സംരക്ഷണം നൽകി ഇവരെ നീ പരിപാലിക്കണമേ. ഇവരുടെ യാത്രകളിൽ ഇവരെ സംരക്ഷിക്കണമേ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇവരെ പ്രത്യേകം കാത്തു പരിപാലിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം എല്ലാ മേഖലകളിലും നിന്നെ കാത്ത് സംരക്ഷിച്ച് പരിപാലിക്കട്ടെ. എല്ലാ ഭയത്തിൽ നിന്നും, സംശയത്തിൽ നിന്നും, ഭീതിയിൽ നിന്നും, ആശങ്കയിൽ നിന്നും പരിപൂർണമായി കർത്താവ് നിനക്ക് ശക്തിയും ധൈര്യവും നൽകി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ശക്തി നൽകി ഇന്നത്തെ ദിവസം നിന്നെ അവിടുന്ന് ആശീർവദിക്കട്ടെ. നിനക്ക് ആഗ്രഹമുള്ള നന്മകളെ ഇന്ന് അവിടുന്ന് നൽകി ഒരു വലിയ അത്ഭുതം ഇന്ന് നിന്റെ ജീവിതത്തിൽ കർത്താവ് നടത്തട്ടെ. എല്ലാ മേഖലയിലും സംരക്ഷണവും ഉയർച്ചയും അവിടുത്തെ നൽകട്ടെ.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.